രാജ്യാന്തര തലത്തിലേക്ക് നോക്കിയാൽ റഷ്യയിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ. 2 പള്ളികളിലും ജൂത ആരാധനാലയത്തിലും ആക്രമണം. വെടിവയ്പിൽ 15 പേർ കൊല്ലപ്പെട്ടു. 25ഓളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഡർബൻ, മഖാഖോല നഗരങ്ങളിലാണ് ആക്രമണമുണ്ടായത്. വിവരങ്ങളുമായി ഭദ്ര ചന്ദ്രൻ ചേരുന്നു. ഭദ്ര, റഷ്യ ഞെട്ടിവിറച്ചിരിക്കുന്നു. 15 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത. വെടിവയ്പ് തുടരുന്ന സാഹചര്യമാണോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? ഫിജി, ഇന്നലെ വൈകുന്നേരമായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഞായറാഴ്ചയാണ് പ്രത്യേകിച്ചും. അപ്പോൾ ഈ വൈകുന്നേരം ആരാധനാലയത്തിലേക്ക് വന്ന ആളുകൾക്കായിരുന്നു ഈ ആക്രമണം, അവർക്ക് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ഡർബന്റെ അതുപോലെ മഖാഖോല തുടങ്ങിയ 2 പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. ഏകദേശം നിരവധി അക്രമധാരികൾ, അതായത് ഈ തോക്കുധാരികളായിരുന്നു ഉണ്ടായിരുന്നത്. അവർ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു ഈ ആരാധനാലയങ്ങൾക്ക് നേരെ വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഒരു പോലീസ് പോസ്റ്റിന് നേരെയും ആക്രമണം ഉണ്ടായി. ഇവിടെയാണ് ഏകദേശം 15 പേർ, അതായത് സാധാരണക്കാരും പോലീസുകാരും അതുപോലെ തന്നെ ഒരു പുരോഹിതനും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിശദാംശങ്ങൾ. എന്നാൽ ഇതിന്റെ ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്നോ ഒരു സംഘടനയും ഇത് ഏറ്റെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പോലീസിന്റെ പ്രത്യാക്രമണത്തിൽ 5ഓളം ഇവരെ, അതായത് അക്രമികളെ കൊലപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇവർ ഭീകരവാദികളാണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല. ഇതിൽ റഷ്യയിലെ സർക്കാരുകളുടെ പ്രതികരണവും നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും നിരവധിയായിട്ടുള്ള, അതായത് 2007-ലും 1999-ലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ആക്രമണം നടന്നിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഈ ഡർബന്റ് എന്ന് പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ആക്രമണമാണോ എന്നുള്ളത് സംശയിക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ മാർച്ചിൽ ഈ ഒരു രീതിയിലൊരു ആക്രമണത്തിന് പദ്ധതിയിട്ടതുമായി ബന്ധപ്പെട്ട് ചില ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അന്ന് വ്ളാഡിമിർ പുടിൻ അടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യം ഇത് ഉക്രൈന്റെ ഒരു തിരിച്ചടിയാണ് എന്നുള്ളതായിരുന്നു. ആ രീതിയിലും ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ഇതൊന്നും ഉറപ്പിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഇത് ഭീകരാക്രമണമാണോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അക്രമികളിൽ 5 പേരെ കൊലപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെക്കായിട്ടുള്ള തിരച്ചിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരമാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നുള്ളൊരു വാർത്ത കൂടി നമുക്കിപ്പോൾ വരുന്നുണ്ട്. ഒരു പുരോഹിതനും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് ഏകദേശം ഒരു 66 വയസ്സ് പ്രായമുള്ള ഒരു പുരോഹിതനാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. പ്രത്യേകിച്ചും ഈ വൈകുന്നേര സമയത്തുള്ള ആ ഒരു പ്രാർത്ഥനയ്ക്ക് എത്തിയപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫിജി, ഭദ്ര, റഷ്യയിൽ വെടിവെപ്പ് നടത്തിയ അക്രമികൾ 15 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ദേശീയ തലത്തിലേക്ക് എത്തിയാൽ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്ത ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെ അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും. ഹർജി ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കേജ്രിവാളിന്റെ നീക്കം. കഴിഞ്ഞ ദിവസമാണ്